നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടുവിന് ശേഷം ഉള്ള എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു സീരീസ് ചെയ്യുന്നത്. ഇന്ന് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുന്നത് പ്ലസ് ടുക്കാർക്ക് അധ്യാപകരാകാനായിട്ട് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന ടോപ്പിക്കാണ്. 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ടീച്ചർ എഡ്യൂക്കേഷൻ സെക്ടറിൽ വിവിധ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ടീച്ചേഴ്സിന് ഒരു കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ ടീച്ചർ ആവാൻ യോഗ്യതയുള്ള കുട്ടികളെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം. അതായത് ഈ ടീച്ചിങ് ഫീൽഡിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ടീച്ചേഴ്സിനെ വാർത്തെടുക്കുന്നത് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിലൂടെ ആയിരിക്കണം എന്നുള്ളൊരു കരുതലിലൂടെയാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇങ്ങനത്തെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇത് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലെ കുട്ടികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇപ്പൊ ലൈവ് ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ഈ ITAP പ്രോഗ്രാംസ് എവിടെയൊക്കെയാണ് നടത്തുന്നതെന്നും ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളതെന്നും നമുക്ക് നോക്കാം. പ്രോഗ്രാം നടത്തുന്നത് വിവിധ IIT-കളില്, NIT-കളില്, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ, ഇത് കൂടാതെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും പല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും പല ഗവൺമെന്റ് കോളേജുകളിലുമാണ്. ഇത് തെരഞ്ഞെടുക്കപ്പെട്ട പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലുമാണ് ഇത് നടത്തുന്നത്. അതായത് എല്ലാ ഗവൺമെന്റ് കോളേജിലും ഇല്ല, അല്ലെങ്കിൽ എല്ലാ NIT-കളിലോ IIT-കളിലോ ഒന്നുമില്ല. അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് ഉള്ളതെന്ന് ഇവർ അപ്പൻഡിക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഇവിടെ പറയാം. ഇപ്പോൾ ഇവർ വിളിച്ചിരിക്കുന്നത് 2026-27 അക്കാഡമിക് ഇയറിലേക്കുള്ള ആപ്ലിക്കേഷൻ ആണ്. ടെസ്റ്റ് നടത്തി ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ചുമതല മാത്രമേ NTA-ക്കുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ചേരാൻ ഉദ്ദേശിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് അവരെന്താണോ യോഗ്യത നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ടെസ്റ്റ് ആയിരിക്കണം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പൊ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ BCom B.Ed ആയിരിക്കും അവർ നൽകുന്നത്. അതല്ലെങ്കിൽ BSc B.Ed, അത് BSc ഏത് സബ്ജക്റ്റിലെന്ന് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിന്റെ ടെസ്റ്റ് ആയിരിക്കണം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിന് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണേക്ക് മുന്നേ തന്നെ നിങ്ങൾ ആദ്യം ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഉള്ളത്, അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് നടത്തുന്നത് എന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്കിപ്പോൾ BSc B.Ed ആണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അത് നിങ്ങൾ ഉദ്ദേശിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചിലപ്പോൾ BSc B.Ed കാണില്ല, നമ്മളുടെ അടുത്തുള്ളതോ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ളവിടെ ചിലപ്പോൾ BA B.Ed ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ചോയ്സ് എല്ലാം കൊടുക്കണം. അതിനുശേഷം എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് സമയത്ത് നമുക്ക് ചെയ്യാം. കാരണം ഇപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിസ്റ്റും സബ്ജക്ട്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്, പുതിയ അഡീഷൻസ് എല്ലാം വരാം. അതനുസരിച്ചിട്ട് അവർ നമുക്ക് ഇതിൽ മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ട് അവസരം തരും. ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് പല സംസ്ഥാനങ്ങളിലായിട്ട് ആകെയുള്ളത് 16,950 B.Ed സീറ്റുകളാണ്. അപ്പൊ ഇനി നമുക്കിത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സ്പെസിഫിക് ആയിട്ട് ഏജ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല. പ്ലസ് ടുവിന് ശേഷം ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പ്ലസ് ടു അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ എഴുതാനായിട്ട് എന്റെ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലെങ്കിലും പക്ഷെ നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ചില നോംസ് ആൻഡ് കണ്ടീഷൻസ് കാണും ഏജിന്റെ കാര്യത്തിൽ. അതുകൂടാതെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുമ്പോഴേക്കും അവിടെ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതെല്ലാം ക്വാളിഫിക്കേഷൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചിലപ്പോൾ +2 മതിയായിരിക്കാം, ചിലതിൽ 50% അല്ലെങ്കിൽ 60% എല്ലാം മാർക്ക് ചോദിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുക. ഇതിപ്പോ +2 പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം, +2 ഈ വർഷം എഴുതുന്ന സ്റ്റുഡൻസിനും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം 4 വർഷത്തെ പ്രോഗ്രാം ആണ്. ഇത് ഒരു ഡ്യുവൽ മേജർ ഹോളിസ്റ്റിക് ബാച്ചിലർ ഡിഗ്രി എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഒന്ന് എഡ്യൂക്കേഷനും അതുകൂടാതെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലും നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്യണം.
അതായത് ലാംഗ്വേജ് ആവാം, അതല്ലെങ്കിൽ ഹിസ്റ്ററി, മ്യൂസിക്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, ഇക്കണോമിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റും, ഇത് കൂടാതെ എഡ്യൂക്കേഷനും. ഈ 2 സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് ഡ്യുവൽ മേജർ ഡിഗ്രി ലഭിക്കുന്നത്. ഇതിൽ 4 സ്റ്റേജ് ഓഫ് സ്പെഷ്യലൈസേഷൻ പറയുന്നുണ്ട്. ഓരോ കുട്ടിയും ഈ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഓരോ സ്റ്റേജസിൽ ടീച്ചർ ആവാനാണ് യോഗ്യത നേടുക. ഇങ്ങനെ 4 സ്റ്റേജസ് ആണ് അവർ പറയുന്നത്. ഇത് ഫൗണ്ടേഷണൽ സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ പ്രീ സ്കൂൾ തുടങ്ങി 2nd ഗ്രേഡ് വരെ, അതായത് 2nd സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കാനാണ് യോഗ്യത നേടുക. അടുത്തതാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് ഗ്രേഡ് 3 തുടങ്ങി ഗ്രേഡ് 5 വരെയുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ടാണ്. അതിനുശേഷമാണ് മിഡിൽ സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലാസ് 6 തുടങ്ങി 8th ഗ്രേഡ് വരെയുള്ളതാണ്. അടുത്തതാണ് സെക്കൻഡറി സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ. ഇത് ഗ്രേഡ് 9 തുടങ്ങി ഗ്രേഡ് 12 വരെയുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള സ്പെഷ്യലൈസേഷൻ ആണ് നിങ്ങൾക്ക് ഇത് വഴി ലഭിക്കുക. അതായത് ലിസ്റ്റ് ഓഫ് കോളേജസിന്റെ കൂട്ടത്തിൽ തന്നെ അവർ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് അവിടെ ഓഫർ ചെയ്യുന്നതെന്നും ഏത് സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ ആണ് നൽകുന്നതെന്നും അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുകൂടാതെ വിവിധ IIT ഉണ്ട്. IIT ഖരഗ്പൂർ, ഭുവനേശ്വർ, റോപ്പർ, ജോധ്പൂർ, ധാൻബാദ്. NIT ഉണ്ട്. NIT വാറങ്കൽ, NIT പോണ്ടിച്ചേരി, NIT ജാലന്ധർ, തിരുച്ചിറപ്പള്ളി, അഗർത്തല, പിന്നെ നമ്മുടെ കോഴിക്കോട് NITയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. മഹാത്മാഗാന്ധി അന്താരാഷ്ട്രീയ ഹിന്ദി വിശ്വവിദ്യാലയ, സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് വരികയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, തമിഴ്നാട് ഉണ്ട്, ഹരിയാന ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, കാശ്മീർ ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, ജമ്മു ഉണ്ട്. ഇത് കൂടാതെ പല റെപ്യൂട്ടഡ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. കേരളത്തിൽ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഉള്ളതെന്നും അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നും ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു NIT കാലിക്കറ്റ് ഉണ്ട്, അതുകൂടാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന കോഴ്സുകൾ BSc B.Edഉം BA B.Edഉം ആണ്. ഇതിൽ സെക്കൻഡറി സ്റ്റേജിലുള്ള പ്രിപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. NIT കാലിക്കറ്റിലാണെങ്കിൽ BCom B.Ed ഉണ്ട്, അതുകൂടാതെ BSc B.Ed ഉണ്ട്. ഈ BCom B.Ed സെക്കൻഡറി സ്റ്റേജിലും BSc B.Ed സെക്കൻഡറിയും പ്രിപ്പറേറ്ററിയും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ സ്റ്റേജസിലും നൽകുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി. അവിടെ നൽകുന്നത് BA B.Ed ആണ്. അടുത്തതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഇത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ് ഉള്ളത്. അവിടെ BCom B.Ed ഉണ്ട്, അത് സെക്കൻഡറി സ്റ്റേജിലാണ്. പിന്നെ BA B.Ed ഉണ്ട്, അത് പ്രിപ്പറേറ്ററി സ്റ്റേജിലും നൽകുന്നുണ്ട്. BSc B.Ed ഉണ്ട്, അത് മിഡിൽ സ്റ്റേജിലാണ് നൽകുന്നത്. അടുത്തതാണ് സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി. ഇത് മലപ്പുറം ജില്ലയിൽ തന്നെയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവിടെ നൽകുന്നത് സെക്കൻഡറി സ്റ്റേജിലുള്ള BA B.Edഉം BSc B.Edഉം ആണ്. ഇത് കൂടാതെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് ഉണ്ട്. ഇത് ആലുവയിലുള്ള കാലടിയിലാണിത്. അവിടെ നൽകുന്നത് BA B.Ed ആണ്, അത് സെക്കൻഡറി സ്റ്റേജ് പ്രിപ്പറേഷൻ ആണ്. അമൽ ജ്യോതി കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, ഇത് നിലമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവിടെ BA B.Ed ഉണ്ട്, BSc B.Ed ഉണ്ട്, BCom B.Ed നൽകുന്നുണ്ട്. ഇതിൽ സെക്കൻഡറി സ്റ്റേജിലും മിഡിൽ സ്റ്റേജിലുമാണ് അവിടെ കോഴ്സുകൾ നടത്തുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നിങ്ങൾ കേരളത്തിൽ വേണമെങ്കിൽ കേരളത്തിൽ പഠിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചേർന്ന് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ എക്സാമിനേഷൻ സ്കീം നോക്കാം. ഇതിന്റെ മോഡ് ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 13 ഇന്ത്യൻ ലാംഗ്വേജസിലായിരിക്കും പേപ്പർ ഉണ്ടാവുക. അതിൽ ഇംഗ്ലീഷ് ഉണ്ടാവും, മലയാളം ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും. നമ്മൾക്ക് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഓപ്റ്റ് ചെയ്യാം. എക്സാമിനേഷൻ 4 സെക്ഷനായിട്ടായിരിക്കും നടത്തുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് സെക്ഷൻ ആണ്. ഇതിൽ 38 ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾ 2 ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യണം. ഈ ലാംഗ്വേജസിൽ നിന്ന് ഓരോന്നിൽ നിന്നും 23 ക്വസ്റ്റ്യൻ വീതമാണ് ഉണ്ടാവുക. അതിൽ നിങ്ങൾ 20 എണ്ണം കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അതായത് 3 എണ്ണത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അപ്പൊ ലാംഗ്വേജ് 1 ആൻഡ് ലാംഗ്വേജ് 2 അങ്ങനെ 2 ലാംഗ്വേജ് നിങ്ങൾ എടുക്കണം. അതാണ് സെക്ഷൻ 1. പിന്നെ സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആണ്.
ഇതിൽ 26 സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. പ്ലസ് ടുവിന്റെ സിലബസിലുള്ള സബ്ജക്റ്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇതിൽ നിന്ന് നിങ്ങൾ 3 ഡൊമൈൻ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണം. അതിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും 28 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാകും. അതിൽ നിങ്ങൾ 25 കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യണം. അടുത്തതാണ് സെക്ഷൻ 3. ഇത് ചോയ്സ് ഒന്നുമില്ല, ഇതെല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട സെക്ഷനാണ്. ബാക്കി ഡൊമൈൻ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ അതിൽ 26 സബ്ജക്റ്റുകളുണ്ട്. അതിൽ നിന്ന് നമ്മൾ 3 സെലക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ലാംഗ്വേജ് ആണെങ്കിലും പല ലാംഗ്വേജസ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾ 2 സെലക്ട് ചെയ്താൽ മതി. പക്ഷെ ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അതിൽ വേറെ നമ്മൾക്ക് തിരഞ്ഞെടുക്കാനൊന്നുമില്ല. അതിൽ നിന്ന് 28 ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുക. അതിൽ നിന്ന് നിങ്ങൾ 25 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതിയാൽ മതി. അടുത്ത സെക്ഷൻ 4 ആണ്. ഇതും ഒരു മാൻഡേറ്ററി സെക്ഷൻ ആണ്. ഇതിൽ നിന്ന് 23 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ നിങ്ങൾ 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അങ്ങനെ ടോട്ടൽ 181 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നിങ്ങൾ 160 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ടെസ്റ്റിന്റെ ഡ്യൂറേഷൻ 3 hours ആണ്. ലാംഗ്വേജ് നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, ലിറ്റററി ആപ്റ്റിറ്റ്യൂഡും വൊക്കാബുലറി. ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 12th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഏത് സ്ട്രീമിലാണോ പഠിച്ച ആ സ്ട്രീമിലെ സബ്ജക്ട്സ് എല്ലാം കാണും. അപ്പോൾ എല്ലാ സ്ട്രീമിലെയും കാണും. നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ, അതല്ലെങ്കിൽ സയൻസ് ആണോ, ലാംഗ്വേജ് ആണോ, അങ്ങനെ എല്ലാ സ്ട്രീമിലെയും ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണ്. അതിൽ നിന്ന് നിങ്ങൾ 3 തിരഞ്ഞെടുത്താൽ മതി. ഇനി ജനറൽ ടെസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടാവും, മെന്റൽ എബിലിറ്റി ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ഉണ്ടാവും, പിന്നെ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സും അരിത്തമെറ്റിക്സിന്റെ ഒക്കെ ബേസിക് കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ ആൾജിബ്ര, ജോമെട്രി, മെൻസ്ട്രേഷൻ, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസൺ ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇനി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടോപ്പിക് റിലേറ്റഡ് ടു ടീച്ചിങ് ഓഫ് സയൻസ്, ആർട്സ്, മാത്തമാറ്റിക്സ്, പെർഫോമിംഗ് ആർട്സ്, ലാംഗ്വേജസ് എക്സെട്ര ഇതെന്നതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ സിലബസ് NTA-യുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ exams.nta.nic.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കും. ഇനി എക്സാം സെന്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ 9 സെന്റേഴ്സ് ആണ് ഉള്ളത്. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് 4 സെന്റേഴ്സ് ഓപ്റ്റ് ചെയ്യാം. അത് നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എക്സാമിനേഷൻ സെന്റർ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപ്ലൈ ചെയ്യാനായിട്ട് exams.nta.nic.in എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിച്ചാൽ മതി. പിന്നെ ആപ്ലിക്കേഷൻ 12th February തുടങ്ങിയതാണ്. ഇത് അപ് ടു 10th March വരെ ആപ്ലിക്കേഷൻ ലൈവ് ആണ്. അതായത് 10th March അപ് ടു 11:50 PM വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അത് 11th March വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ ഇതിന്റെ കറക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ 12th തുടങ്ങി 14th വരെ നിങ്ങൾക്ക് കറക്ഷൻസ് നടത്താം. ഇതിന്റെ എക്സാമിനേഷന്റെ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. നിങ്ങൾക്ക് 17th April 2026 അതൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങൾ കോമൺ എൻട്രൻസ് ടെസ്റ്റ് മാത്രമാണ് ഈ NTA നടത്തുന്നത്. ഇതിന് ശേഷം നിങ്ങളുടെ സ്കോറ് ഓരോ കോളേജസ് വിളിക്കുമ്പോഴേക്കും അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. നിങ്ങൾ ഇൻഡിവിജ്വൽ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അവരുടെ പ്രിസ്ക്രൈബ്ഡ് ഏജ് ലിമിറ്റും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും എല്ലാം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ എക്സാമിനേഷന്റെ ഡൊമൈൻ സബ്ജക്റ്റും അതുപോലെ തന്നെ ലാംഗ്വേജ് എല്ലാം സെലക്ട് ചെയ്യുക. അപ്പൊ ഇത്രയല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.